ആദ്യം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് വാർത്തയിലേക്ക് തന്നെയാണ്. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ ദുരൂഹമരണത്തിൽ കല്ലറ പൊളിക്കുന്ന നടപടി തൽക്കാലം നിർത്തിവെച്ചു. കൂടിയാലോചനയ്ക്ക് ഉദ്യോഗസ്ഥർ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് മാറി. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വിവരങ്ങളും അജീഷ് ജയകുമാർ ചെയ്യുന്നു. അജീഷ്, ഇനി എന്താണ് തുടർ നടപടികൾ? ഇന്ന് ഈ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ കല്ലറ പൊളിക്കാൻ പോലീസ് വൻ സന്നാഹവുമായി അവിടെ എത്തിയതാണ്. പക്ഷേ അവിടുത്തെ സ്ഥിതിവിശേഷം പരിശോധിക്കുമ്പോൾ ക്രമസമാധാന നില തകർന്നേക്കുമെന്ന ആശങ്കയിൽ തൽക്കാലം നിർത്തിവെക്കുകയായിരുന്നു. അല്ലെങ്കിൽ കുടുംബം ഇനി കോടതിയെ സമീപിച്ചിട്ട് കോടതിയിൽ നിന്ന് ഒരു ഇന്റിമേഷൻ വിവരം വന്നതിന് ശേഷം മതി തുടർ നടപടികൾ എന്ന നിഗമനത്തിലേക്കാണോ പോലീസ് എത്തിച്ചേരുന്നത്? എന്തായാലും പോലീസ് ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഒരു കൂടിയാലോചന നടത്തുന്നുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരടക്കം അവിടെ സ്ഥലത്തുണ്ട്. ഈ മരിച്ച ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങളും അഭിഭാഷകനും അവിടെ എത്തി കൂടിയാലോചന നടത്തുന്നുണ്ട്. എന്തായാലും ഈ തൽക്കാലത്തേക്ക് മാത്രമാണ് ഈ കല്ലറ പൊളിക്കുന്ന നടപടി നിർത്തിവെച്ചിരിക്കുന്നത്. പോലീസ് അത് ഇന്ന് കൂടിയാലോചനയ്ക്ക് ശേഷം ഇന്നോ അല്ലെങ്കിൽ മറ്റൊരു ദിവസമോ അത് നടത്തും. കാരണം ഒരു പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവുമായിട്ട് പോലീസ് സംഘം ഇന്നിവിടെ കല്ലറ പൊളിച്ച് പരിശോധിക്കാനായിട്ട് എത്തിയത്. രാവിലെ എത്തിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. വീട്ടുകാർക്ക് മാത്രമായിരുന്നു എതിർപ്പുണ്ടായിരുന്നത്. പിന്നീട് ചില ഹൈന്ദവ സംഘടനകളും ചില പ്രാദേശിക പാർട്ടി RSS BJP പ്രവർത്തകരും അവർക്ക് പിന്തുണയുമായും എത്തി. പിന്നീട് കൂടുതൽ ഉദ്യോഗസ്ഥർ ഏതാണ്ട് 12 മണിക്ക് ശേഷം കൂടുതൽ ഉദ്യോഗസ്ഥർ, അതായത് സബ് കളക്ടറും അതേപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും സയന്റിഫിക് എക്സ്പേർട്ടുകൾ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി കല്ലറ പൊളിക്കുന്ന നടപടികൾ തുടങ്ങി. അപ്പോഴാണ് ഈ പ്രതിഷേധങ്ങളുടെ തുടക്കം. പിന്നീടാണ് നാടകീയ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. ഇവർ പറയുന്നത് തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ആചാരപരമായിട്ട് നടത്തിയ ഒരു സമാധിയാണിത്. അതുകൊണ്ട് തന്നെ അവരുടെ അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ അവർക്കൊരു നോട്ടീസ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നാണ് പ്രധാനമായും ചോദിക്കുന്നത്. പോലീസ് ഈ നടപടികളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു നോട്ടീസ് കൊടുക്കേണ്ടിയിരുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് ഈ നടപടികൾ നിർത്തിവെക്കണമെന്ന് ഈ ഹൈന്ദവ സംഘടനാ ഭാരവാഹികളും ഒപ്പം തന്നെ ഈ പ്രാദേശിക ഇവരുടെ കുടുംബാംഗങ്ങളും ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ഏറെ നേരം ഇവിടെ ഒരു പ്രതിഷേധവും ഉണ്ടായി. മാത്രമല്ല ഈ പരാതി നൽകിയവർക്കെതിരെയും ചില വർഗീയ പരാമർശങ്ങൾ അവർ നടത്തുകയുണ്ടായി. ഇത് വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ഒരു ഘട്ടം വരെ എത്തിച്ചിരുന്നു. സ്ഥിതിഗതികൾ വല്ലാത്ത രീതിയിൽ വഷളാവുകയും ചെയ്തു. ഈ പരാതി കൊടുത്തവരും ഒപ്പം തന്നെ നാട്ടുകാരും സംഘടിച്ചെത്തി ഈ ഗോപൻ സ്വാമിയുടെ വീടും ഈ സമാധിയും ഒപ്പം തന്നെ ഈ ക്ഷേത്രവും ഇരിക്കുന്ന സ്ഥലത്ത് സംഘടിച്ചെത്തുകയുണ്ടായി. പോലീസ് പിന്നീട് ഏറെ പണിപ്പെട്ട് ബലം പ്രയോഗിച്ചാണ് ഇവരെ അവിടെ നിന്ന് നീക്കിയത്. പിന്നീട് ഈ കുടുംബാംഗങ്ങൾ തന്നെ നേരിട്ട് പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. ഈ ഗോപൻ സ്വാമിയുടെ 2 മക്കളും ഭാര്യയും മരുമകളും അടക്കമുള്ളവർ ഈ കല്ലറയിരിക്കുന്ന ഈ സമാധി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നിലവിളിച്ചുകൊണ്ട് ബഹളമുണ്ടാക്കിക്കൊണ്ട് അവിടെ വന്ന് കുത്തിയിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പിന്നീട് പോലീസ് അവരെയും ബലം പ്രയോഗിച്ച് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. പിന്നീടാണ് ഈ ചില പ്രാദേശിക ഹൈന്ദവ സംഘടനാ ഭാരവാഹികൾ ഇവിടെ എത്തുകയും ഒപ്പം തന്നെ VSDPയുടെ നേതാവായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ഈ സബ് കളക്ടറോട് സംസാരിക്കുകയും ഈ നടപടി നിർത്തിവെക്കണം, നോട്ടീസ് നൽകാതെ ഈ നടപടി നടത്തുന്നത് കല്ലറ പൊളിക്കുന്ന നടപടി അത് ശരിയല്ലെന്ന് പറയുകയും ചെയ്തത്. പിന്നീട് ഒരു ക്രമസമാധാന പ്രശ്നം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ പരാതി നൽകിയവരും നാട്ടുകാരും പുറത്ത് തമ്പടിച്ച് വലിയ പ്രതിഷേധമുണ്ടാക്കി. കാരണം ഈ വർഗീയ പരാമർശം നടത്തിയവർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നം, ഒരു കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന ഘട്ടമായപ്പോഴാണ് പോലീസും അതേപോലെ തന്നെ റവന്യൂ അധികൃതരും തൽക്കാലത്തേക്ക് ഈ കല്ലറ പൊളിക്കേണ്ട, പരിശോധന നടത്തേണ്ട എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയത്. പിന്നീട് ഇവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ നാട്ടുകാരും പോലീസുമായിട്ട് ചെറിയ ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. അവർക്ക് ഈ വർഗീയ പരാമർശം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. പിന്നീട് ഈ കുടുംബാംഗങ്ങളും അതിൽ അഭിഭാഷകരെയും പോലീസ് സംരക്ഷണയിലൂടെ ഈ കൂടിയാലോചനയ്ക്കായിട്ട് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. തൽക്കാലം ഇവിടെ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. എന്തായാലും കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും ഇനി അടുത്ത ഘട്ട നടപടികൾ പോലീസ് എടുക്കുക. എന്തായാലും ഈ മിസ്സിംഗ് കേസാണ് നിലവിൽ നെയ്യാറ്റിൻകര പോലീസ് എടുത്തിട്ടുള്ളത്. അതിൽ ഈ മിസ്സിംഗ് കേസ് എടുത്ത ഒരു സാഹചര്യത്തിൽ ഈ കല്ലറ പൊളിച്ച് പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് പോലീസ്. ഈ ക്രമസമാധാന പ്രശ്നം ഒന്ന് നോർമലായി കഴിഞ്ഞാൽ അടുത്ത ഘട്ട നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും തീരുമാനം. ശരി, ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയേണ്ടതുണ്ട്. അതിൽ അടിമുടി ദുരൂഹതയുണ്ട്. മാൻ മിസ്സിംഗിന് കേസെടുത്ത പോലീസ് കല്ലറ അത് കുഴിച്ച് അവിടെ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്ന പരിശോധന നടത്താനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. പക്ഷേ തൽക്കാലം ക്രമസമാധാന നില കൂടി പരിഗണിച്ചുകൊണ്ട് ഇന്ന് കല്ലറ പൊളിക്കാനില്ല എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പോലീസ്. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.